This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. കേരളത്തിലെ അവസാന ജ്യോതിർ ചിത്ര പ്രദർശനം വാഷിംഗ്ടണിൽ. കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുന്നിൽ കടന്നു വരുന്ന പ്രധാന കാര്യങ്ങളാണ് ജൂതത്തെരുവും ജൂതപ്പള്ളിയുമൊക്കെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന യഹൂദ ആരാധനാലയം ഇന്ന് ഒരു ചരിത്ര സ്മാരകമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ യഹൂദന്മാരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇന്ന് ഏറെക്കുറെ ഒരു ചരിത്ര സ്മരണകളായി മാറിയിരിക്കുന്നു. അതിനുള്ള കാരണം ഇസ്രയേൽ എന്ന ജൂത രാജ്യമുണ്ടായപ്പോൾ കേരളത്തിലെ ജൂതന്മാർ ഇസ്രയേലിലേക്ക് കുടിയേറി എന്നുള്ളതാണ്. BC കാലഘട്ടത്തിൽ തന്നെ യഹൂദന്മാർ വാണിജ്യ കാര്യങ്ങളാൽ കേരള മേഖലയിൽ എത്തിയെന്നാണ് നിഗമനം. AD 68 ജെറുസലേമിലെ ജൂത ദേവാലയം റോമക്കാർ നശിപ്പിച്ചപ്പോൾ ഏതാണ് 10,000-ഓളം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യഹൂദന്മാർ കൊടുങ്ങല്ലൂരിലെത്തിയെന്ന് ചരിത്രം പറയുന്നു. കൊടുങ്ങല്ലൂർ, ചാവക്കാട്, മാള എന്നീ സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർ സാമൂഹിക, സാംസ്കാരിക, വാണിജ്യ, സാമ്പത്തിക രംഗങ്ങളിൽ പ്രമാണിമാരായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവോടെ അവരുടെ അടിച്ചമർത്തലും പീഡനങ്ങളാലും യഹൂദർ കൊച്ചി രാജ്യത്തിലേക്ക് പലായനം ചെയ്യുകയും കൊച്ചി രാജാവ് അവരെ സ്വീകരിച്ചുവെന്നും അങ്ങനെയാണ് മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവും ജൂതപ്പള്ളിയുമൊക്കെ ഉണ്ടാകുന്നത്. 1948 ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെത്തിയ യഹൂദർ മിക്കവരും ഇസ്രയേലിലേക്ക് മടങ്ങി. 1961 സെൻസസ് പ്രകാരം 359 യഹൂദന്മാരാണ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ 1991 അവരുടെ എണ്ണം 120-ൽ താഴെയായി. 2024 14 മലബാർ യഹൂദന്മാരും ഒരു പരദേശി യഹൂദനുമാണ് കേരളത്തിൽ അവശേഷിക്കുന്നത്. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmaliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.